നമസ്കാരമുണ്ട്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു ഞായറാഴ്ച ഞങ്ങൾ ഇവിടെ ബാക്കുവിൽ ഒരു ഒരു ഷവർമ, സ്പെഷ്യൽ ഷവർമ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം മെട്രോയിൽ കയറണം. ഇത് അവിടെ കാണുന്നുണ്ട് മെട്രോ. ആ മെട്രോയിൽ കയറി നമ്മൾ ഷവർമ കടയിലേക്ക് പോകാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ബാക്കുവിലത്തെ കാണിക്കാം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണിക്കാം എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാവില്ലേ? ഉണ്ടാവണം കേട്ടോ. അപ്പോൾ വരിക. ഈ കാണുന്ന ടാക്സികളൊക്കെ നമ്മുടെ ഷാർജയിലൊക്കെ പാകിസ്ഥാനികൾ വിളിക്കില്ലേ, ഇന്ന സ്ഥലത്തേക്ക് ഷെയറിങ് ടാക്സികളെന്ന് പറയും. അങ്ങനെ കുറേ ടാക്സികളാണ് ഈ കാണുന്നത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ള ഒരു സ്തൂപം പോലെ മെട്രോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊരു സംശയമുണ്ട്. എന്നാലും നമ്മൾ എത്രത്തോളം പോകാൻ പറ്റുമെന്ന് നോക്കി നോക്കുകയാണ്. പ്രത്യേകത, ഒരു സൈഡ് കൂടെ അങ്ങോട്ട് പോവുക, ഒരു സൈഡ് കൂടെ ഇങ്ങോട്ട് വരിക. അങ്ങോട്ടും ഇങ്ങോട്ട് മിക്സ് ആവാൻ പാടില്ല. അത് നല്ലൊരു അടിപൊളി സംഭവം അല്ലേ. മെട്രോയിൽ ഇറങ്ങി വരികയാണ്. അപ്പോൾ മെട്രോൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലത്തെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. നിൽക്കുന്ന സ്ഥലത്ത് കുഷ്യനൊക്കെ ഉണ്ട് ആൾക്കാർക്ക്. പിന്നെ ഭയങ്കര ഫാസ്റ്റ് ട്രെയിനാണ്. റഷ്യക്കാരുണ്ടാക്കിയിട്ടുള്ള ട്രെയിനാണ് കേട്ടോ. ഒരു 10-15 വർഷം 20 വർഷം എന്തായാലും നമ്മുടെ ശരത്തുണ്ട് നമ്മളോടൊപ്പം. അപ്പോൾ 10-20 വർഷം എന്തായാലും ആയിട്ടുണ്ടെന്നാണ് അറിവ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ എല്ലായിടത്തും ക്ലാഡിങ് കേട്ടോ, ഫുൾ ക്ലാഡിങ്. ഇന്നിപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത് വേറൊരു സംഭവം കാണാൻ വെച്ചാൽ നമ്മൾ മുന്തിരി ഉണ്ടായിരുന്നു കേട്ടാ. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്താട്ടോ ആയിട്ട് മുന്തിരി ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ. ഇതിവിടെ നിത്യ കാഴ്ചയെന്ന് പറയണം. ബാഗുകളൊക്കെ ഇത് നമ്മൾ ദുബായിക്കാർക്ക് അറിയാൻ പറ്റും. ദേറയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു മാർക്കറ്റാണ്. നല്ല ഇടുങ്ങിയ മാർക്കറ്റ്. 2 സൈഡിലും കടകളാണ്. തുണികൾ, പിന്നെ കണ്ണട, പിന്നെ ചെരുപ്പ്, വാച്ച്, അങ്ങനത്തെ എല്ലാവിധ സംഭവങ്ങളുണ്ട്. ഇത് കാണാനും അതിനോടൊപ്പം തന്നെ നമ്മളൊരു ഷവർമയും കഴിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. സ്പെഷ്യൽ ഷവർമ എന്ന് പറയുന്നത്. പിള്ളേര് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കർച്ചനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒട്ടിക്കൽ പരിപാടി ഉണ്ട് കേട്ടോ. റൂം എന്നൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് നഫ്ജില എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ സെൻറ്റർ. ഇതിൻ്റെ 4 സൈഡിലും ചെറിയ ചെറിയ കടകളും നല്ല ബിസിനസ് കേന്ദ്രമാണ്. നമ്മുടെ ദുബായിക്കാർക്ക് അറിയാൻ പറ്റും. നൈഫ് റോഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു നല്ലൊരു സിറ്റിയാണ്. ഇതുപോലത്തെ ഇതാണ്, തിരക്കുള്ള സ്ഥലമാണ്. ഫുള്ള് ഇതുപോലെ ബിസി ലൈഫാണ് ഇവിടെ. എല്ലാവരും ചെറിയ ചെറിയ സാധനങ്ങൾ, വില കുറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടും സ്ഥലം. അപ്പം നമുക്ക് കണ്ടു നടന്നാലാ. ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു പിടുത്തം കണ്ടില്ല. അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട്. ആ അണ്ടർ പാസ്സോടെ കടന്നാലാണ് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഈ വഴിക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മെട്രോ, നേരെ പോയി കഴിഞ്ഞാൽ അണ്ടർ പാസ് ക്രോസ് ചെയ്യണം. ഉള്ളിൽ കണ്ട റൗണ്ട് ബോട്ടിൻ്റെ അടിയിലാണ് മെട്രോ സ്റ്റേഷൻ. അതിൻ്റെ അടിയിലാണ് ഈ കംപ്ലീറ്റ് ടണലുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടണൽ വഴിയാണ് പോകുന്നത്. ഇവിടെയും ധർമ്മക്കാരുണ്ട് കേട്ടോ. ആ സൈഡിൽ ധർമ്മക്കാർ ഇരിക്കുന്നുണ്ട്. ചെരുപ്പുകൾ, തുണികൾ ഇതൊക്കെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല തൊപ്പികളൊക്കെ ഉണ്ട്. ലേഡീസിനാണ് കൂടുതൽ കളക്ഷൻ. ലേഡീസിന് മാത്രമാണ് ഇവിടെ ഷൂ കാണാനുള്ളത്. ഇവിടുത്തെ ലോക്കലായിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട്സുകൾ, ചെറി, പ്ലം എല്ലാം ഉണ്ട്. ഇത് ആപ്പിളാണോ? ഒരു പ്രത്യേകതര റെസ്റ്റോറൻ്റാണ്. സ്പെഷ്യൽ റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണ്. പിക്നിക് റെസ്റ്റോറൻ്റ് എന്നാണ് പറയുന്നത്.
മെനു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ റെസ്റ്റോറൻറ്റിൽ അവർ സ്കാൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മെനു കണ്ട് കിട്ടും. അപ്പോൾ സ്കാൻ ചെയ്താൽ നോക്കി നോക്കി വില കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോഴേ കഴിക്കുള്ളൂ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോരോ റെസ്റ്റോറൻറ്റിലും ഇതുപോലെ ഓരോരോ ചെറിയ ക്യാബിനുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ക്യാബിന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർ സാധനം ആ റൂമിലേക്ക് എത്തിച്ചു തരും. അങ്ങനെ അടിപൊളി സെറ്റപ്പാണ്. കറണ്ട് കിട്ടോ ഒരു രക്ഷയില്ല. എല്ലാവരും ആൾക്കാരാണ്, അതിലെ ആൾക്കാരില്ല. അപ്പോൾ ഇത് നമ്മൾ കണ്ട ഫുൾ സെറ്റിങ്സാണ് ഇവിടെ. അപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലിരിക്കാം. ഞങ്ങൾ പുറത്തിരുന്നിട്ട് കാഴ്ച കണ്ടിട്ടാണ് നീ കഴിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങളിവിടെ ഇരുന്ന് പുറത്തിരുന്ന് നല്ല കാറ്റ് കൊണ്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. സ്പെഷ്യൽ സാധനത്തിൻ്റെ ചായ കേട്ടോ. ചായ ഇതാണ് സ്പെഷ്യലി. ആ ഗ്ലാസ്സിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണിടുക, ചായയിൽ നാരങ്ങ ഇട്ടു കണ്ടാ. ഇനി നമ്മൾ നമ്മുടെ പഞ്ചസാരയുടെ സാധനം ഉള്ളിൽ വെച്ചു നമ്മൾ ലേശം കുടിക്കും. അപ്പോൾ നമ്മൾ സ്ക്യൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മധുരം നമ്മുടെ വായിലേക്ക് കിട്ടും. അങ്ങനെയാണ് ഇവർ ഇവിടുത്തെ ചായ കുടിക്കുന്നത്. നല്ല സ്പെഷ്യൽ ചായ ആണ്, ഒരു രക്ഷയില്ലാത്ത മണം, നല്ല പ്രത്യേകം മണം ഉണ്ട് അതിന്. ഇവിടുത്തെ പരിപാടി കണ്ടാ, തേയില ആ നെറ്റിലിട്ടിട്ട് ചൂടുവെള്ളത്തിൽ വെച്ചിരിക്കുകയാണ്. വെച്ചാൽ അവിടെ ഇരുന്ന് 10 മണി ഈ സമയം പോയി തന്നില്ല. അത്ര നേരം ഇരുന്നു അല്ലേ. അപ്പോൾ ഞങ്ങൾ 3 മണിക്കൂർ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഒരു ഷവർമ്മ കഴിക്കണമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെ ഇറങ്ങിയത്. അപ്പോൾ ചായ കുടിച്ചു, ഇനി ഷവർമ്മ കഴിക്കാൻ വേണ്ടിയിട്ട് പോകാറുണ്ടോ. ഓക്കെ ഓക്കെ. പകല് എന്ന് പറഞ്ഞാൽ 7 മണിക്ക് കണ്ട ഇതാണ്ട റൗണ്ട് ബോട്ടാണ്. നിർവാണാന്നുള്ളൊരു കഥയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് നിർവാണാണ്. അപ്പോൾ നിർവാണാന്ന് പറഞ്ഞിട്ട് ഇപ്പാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നതൊക്കെ അണ്ടർഗ്രൗണ്ടാണ്. എല്ലാതും അണ്ടർഗ്രൗണ്ടിലേക്കാണ്. ഞങ്ങളുടെ എന്താ പറയുക കാണിച്ചു തരേണ്ട ആള് ഷവർമ്മ ഉണ്ടാക്കാൻ അവിടെ എത്തി കഴിഞ്ഞു തുടങ്ങി. ഞങ്ങൾ 10-10:30 ആയി കൊടുത്തുമ്പോഴേ. അപ്പോൾ ആളിതാ ഉണ്ടാക്കിയിട്ടുള്ള സ്പെഷ്യലാന്ന് പറഞ്ഞു. അവിടുത്തെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് നോക്കാം നമ്മൾ പടയ്ക്കുന്നുണ്ടാ. അപ്പോൾ ഇവിടുത്തെ ഷവർമ്മയാണ് കേട്ടോ, സ്പെഷ്യൽ ബണ്ണാണ്. അതിൻ്റെ ഉള്ളിൽ ഇപ്പം നിറച്ച് തരും. സാധനം കിട്ടി, ടിഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വെച്ചോ. ഷവർമ്മ സ്പെഷ്യലാട്ടാ, നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പർ. 3 മന്നത്തൻ്റെ ഉള്ളൂ. അതായത് 3 മന്നത്ത് പറഞ്ഞാൽ ദുബായിലൊരു 6 ദിർഹം. പക്ഷെ സൂപ്പറാണ്. അടിപൊളി. ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണമാണ്. എന്തായാലും ട്രൈ ചെയ്യണം. നമ്മൾ ഈ സാധനം എന്തായാലും ട്രൈ ചെയ്യണം. കാരണം ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് ഫുള്ളാവും. സൂപ്പർ.
രാത്രി ഇപ്പോൾ സമയം 11 മണിയായി ഇവിടുത്തെ. അപ്പോൾ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബർഗർ അല്ല ഷവർമ, സ്പെഷ്യൽ ഷവർമയായിരുന്നു കഴിച്ചത്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു, ഇവിടുത്തെ പബ്ബ്, അതുപോലെ തന്നെ നൈറ്റ് ലൈഫ് അല്ലേ, നൈറ്റ് ലൈഫൊക്കെ കണ്ടു. ഭയങ്കര ഹാപ്പി. നമ്മൾ 2 മന്നത്താ മേടിച്ചോളൂ ഒരു ആ സാധനം കഴിക്കുന്നത്. 2 മന്നത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ദിറംസ്. പക്ഷെ അടിപൊളിയാണ്. ഒരു ഭക്ഷണം അത് രാത്രി കഴിച്ചു കഴിഞ്ഞാൽ രാത്രിയിലത്തെ ഭക്ഷണം പിന്നെ ഒന്നും കഴിക്കേണ്ട. അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ഇതുപോലത്തെ സ്ട്രീറ്റുകളൊക്കെ കാണുക. രാത്രിയിൽ ഷോപ്പിംഗ് നടത്താൻ പറ്റും. നല്ല തുർക്കിയുടെ അടിപൊളി ബ്രാൻഡ് ഷൂസുകൾ, ഷർട്ടുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്കിവിടെ അവസാനിപ്പിക്കാമല്ലോ. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ട്രൈ ചെയ്യുക. ഇനിയും പുതിയ സംഭവങ്ങൾ കാണിക്കും. ഞങ്ങളിങ്ങനെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ പോലെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. ഞങ്ങളും മെട്രോയിൽ കയറി ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. രാത്രി ഒരു 11 മണിയായി. 11:30 ആകുമ്പോഴേക്കും അവിടെ എത്തുമെന്ന് വിചാരിക്കണം. അപ്പോൾ പറഞ്ഞ പോലെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തേക്കിട്ടോ, ഒന്നും നോക്കണ്ട. അപ്പോൾ പറഞ്ഞ പോലെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറഞ്ഞടാ.